ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അണ്ടർ ന്യൂ വീഡിയോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മേലിയോൻ്റെ തന്നെ മേലിയോ ഇറക്കിയ അതേ നമ്മുടെ ബസ് സിമുലേറ്റർ പോലെ തന്നെയുള്ള നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് നമ്മൾ കളിക്കാൻ പോണത്. ഗൈസ് നമ്മളിതാ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം കയറാൻ. നമ്മൾ ഉള്ളിച്ചതാ കയറിക്കൊണ്ടിരിക്കുകയാണ്, ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബസ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന ബസ്സാണ്. ഗൈസ് കണ്ടോ, മൊത്തത്തിൽ കറക്റ്റ് നമ്മുടെ ബസ് സിമുലേറ്ററിലത്തെ ഇന്തോനേഷ്യയിലത്തെ പോലെ തന്നെയാണ് ഗൈസ്. ഇതെന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ യെസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കുക. അപ്പോൾ ഞാൻ മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ദിസ് ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ മോഡ്സിൻ്റെ ഓപ്ഷൻ അത് വരും. അപ്പം ഞാൻ വേഗം ഏതെങ്കിലും ഒരു മോഡ് എടുത്തിട്ടെ, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം മോഡൊക്കെ സെറ്റ് ആവേണ്ടത്. എന്നിട്ട് ഗൈസ് എനിക്ക് എങ്ങനെയായാലും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ തന്നെയാണ് കൂടുതലും ഇഷ്ടം. എൻ്റെയൊക്കെ KBC മറ്റേ കേരള ട്രാഫിക് മോഡിൻ്റെ മോഡലാണ്. ഇതും കുഴപ്പമില്ലാത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലും മറ്റേ ഗെയിം കളിച്ചുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെയായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്ക് അത് കളിച്ചിട്ട് ശീലമായി. അത് ഇത്തിരി ബട്ട് ഇത് കുഴപ്പമില്ലാത്ത ഗെയിമാണ്. അപ്പോൾ ഗൈസ് നമുക്കിതാ കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് നല്ല പൈസ കിട്ടും. നമ്മുടെ ഇന്ത്യൻ മണിയുടെ ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗൈസ് നമുക്ക് വേറെ ട്രാവലർ എടുത്ത് ഗൈസ്, അതാണ് നമ്മുടെ ആറാട്ടിൻ്റെതാണ് മോഡിഫൈഡ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഇൻറ്റീരിയർ വ്യൂ ഇരിക്കുമ്പോൾ കുഴപ്പം വെച്ചിട്ട് ഞാൻ എല്ലാം ക്ലിക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിതാ വീണ്ടും ബ്രൗസർ ഗാലറി എടുക്കുക, ഡിവൈസ് ഗാലറി കൊടുക്കുക, ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ലൈവർ ലോഡായി കിട്ടും. ഗൈസ് നമ്മളത് നേരെ ക്ലിക്ക് ചെയ്ത് വന്ന പാടെ തന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ലൈവർ. ഗൈസ് നമുക്ക് അപ്ലൈ കൊടുക്കാം, 15 രൂപ കൊടുക്കാം. ആദ്യം തന്നെ നല്ല പൈസ കിട്ടും. പിന്നെ മ്യൂസിക് ചാനൽ സെറ്റ് നോക്കി, പക്ഷെ എന്തോ ചാനൽ ശരിയാവണില്ല. പിന്നെ മ്യൂസിക് നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുക. നമ്മൾ അപ്പുറത്തെ മ്യൂസിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ URL കോഡ് എന്ന് വെച്ചാൽ നമ്മുടെ റേഡിയോയ്ക്ക് ഒരു കോഡ് ഉണ്ടാവില്ല, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ട് മ്യൂസിക് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ ഏഡ് പ്ലേലിസ്റ്റ് എന്നുള്ളത് ഉണ്ടാവില്ല, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട പേരടിച്ചെടുത്തിട്ട് നേരെ ഏഡ് ട്രാക്ക് എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ഏത് മ്യൂസിക്കാണോ ഡൗൺലോഡ് ആയിട്ടിരിക്കണത് നമുക്ക് അതിടാൻ പറ്റും. ഗൈസ് നമുക്ക് ഈ 2 ബസ്സാണ് നമുക്ക് കിട്ടിയിരിക്കണത്. അപ്പോൾ 2 വണ്ടി. അപ്പോൾ ഞാൻ നേരെ ബാക്കൊന്നായിരിക്കാം. എന്നിട്ട് നമുക്ക് കാരിയർ മോഡ് ടെർമിനൽ ആൻഡ് സ്ട്രീറ്റും ഉണ്ട്. നമുക്ക് ലൈറ്റർ കൊടുക്കാം. അപ്പോൾ അത് നമ്മളെല്ലാതും ഉണ്ട്. കൊച്ചി ഇതാണ്ടോ, അഹമ്മദാബാദ്, മുംബൈ, ഹൈദരാബാദ്, ബംഗാള്, സേലം. നമുക്കിതാ ഒന്ന് പോവാം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം മോഡൊന്ന് വേറെ മോഡ് എടുത്തിട്ടുണ്ടാകുന്നത് നമ്മുടെ ഹരിവിൽസിൻ്റെ 26 സീറ്റിൻ്റെ ഇതിൻ്റെ വീഡിയോ പുതിയതായിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മുടെ ആൾ അങ്ങനെയാണ്, നല്ല തടിച്ചിട്ടുള്ള കുമ്പേരകളാണ്. പിന്നെ നമ്മൾ ഡാൻസിൻ്റെ ക്ലിക്ക് ചെയ്താണ് കണ്ടാറ് ഡാൻസൊക്കെയാണ് ഗൈസ്. ഇത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലത്തൊക്കെ പോലെ തന്നെ പൊട്ടി പൊളിഞ്ഞ മോഡല് കല്ലൊക്കെ വിതച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ മറ്റ് വണ്ടികളും നമ്മുടെ കേരളത്തിലേക്ക് അത്ര ഇതാക്കണതല്ല, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ബട്ട് നമ്മുടെ കളിക്കാൻ നല്ല സ്മൂത്താണ്.
നിങ്ങൾക്ക് ഈ റെക്കോർഡ് ചെയ്തതിൽ ഹാങ് ആയിട്ടാണ് കാണുക, പക്ഷെ കളിക്കണ നല്ല സ്മൂത്തായിട്ടാണ് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിതാ നേരെ വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സൈഡിലൊക്കെ നമ്മുടെ ഷോപ്പുകളുടെ പേരൊക്കെ മലയാളത്തിലും ഹിന്ദിയിലൊക്കെ കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കീസും സ്വിച്ചസൊക്കെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യത്തെ പോലെ തന്നെയാണ്. പക്ഷെ സ്റ്റിയറിങ് മാത്രം വ്യത്യാസമുണ്ട്. നമ്മളിതാ അതിൻ്റെ മേലെ മാപ്പിൻ്റെ മേലെ കണ്ടോ കൊച്ചിന്ന്. അപ്പം ഇങ്ങനെ ഇടുങ്ങിയ റോഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇത് ഏറ്റവും അതൊന്ന് എടുത്ത് കളിച്ച് നോക്കിയല്ലോ. ഏറ്റവും അതൊന്ന് എടുത്ത് മുമ്പ് കളിച്ച് നോക്കിയപ്പോൾ ഇതിലാണോ അപ്പോൾ ഗൈസ് ഞാനതാ ഈ വണ്ടിയായിട്ട് തന്നെ പോയപ്പോഴാണ് അപ്പോൾ ഒരു ഇടുങ്ങിയ റോഡ് നല്ല രസമാണ്, നല്ല ഓഫ് റോഡ് മോഡൽ. അത് ഞാൻ മറ്റേ വണ്ടിയായിട്ടാണ് പോയത്, മറ്റേ മോഡിഫൈഡ്. അപ്പോൾ നല്ല ഇടുങ്ങിയ മോഡൽ, നല്ല ഓഫ് റോഡ് അങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ട്രാവലറൊക്കെ പോകാൻ പറ്റണത്. അപ്പോൾ ഈ ഗെയിം കുഴപ്പമില്ലാത്ത ഗെയിമാണ്. പിന്നെ റോഡൊക്കെ കുറച്ച് ചളി പിടിച്ച പോലെ, റോഡൊക്കെ കുറച്ച് കളറ് മൊത്തത്തിൽ ഒരു കളറില്ലാത്ത പോലെയൊക്കെ തന്നെയാണ്. പിന്നെ അത് നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ നടന്ന പോലെയൊക്കെ തന്നെയാണ്. പിന്നെ എന്താ റെയിൽവേ പാളം ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. സൈഡിൽ കുറേ വാഴയും പച്ചപ്പും അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത മോഡലാണ്. പിന്നെ വണ്ടി നല്ല സ്മൂത്ത് ഉണ്ട്, ബട്ട് ഇതിൽ ഹാങ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വണ്ടികളൊക്കെ എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലാവണില്ല. ഇത് നമ്മുടെ കേരളത്തിലത്തെ ബസ് സിമുലേറ്റർ ഈ മാനുവലിൻ്റെ തന്നെ കേരള ഇറക്കിയാൽ നന്നായിരിക്കും എനിക്ക് തോന്നണു. കേരളത്തിൽ നല്ല രസമുണ്ട്. നിങ്ങളാ പേരൊക്കെ നോക്കിയാൽ മതി. നമ്മുടെ പേര് ഫാർമസി, പിന്നെന്താ കുഴപ്പമില്ലാത്ത തരത്തിൽ നമുക്കങ്ങോട്ട് പോവാം. പക്ഷേ ഗൈസ് വണ്ടി തിരിയൽ കുറച്ച് കുഴപ്പമുള്ളതാണ്. വണ്ടിക്കെന്തോ സെൻസിറ്റിവിറ്റി കുറവാണെന്നാണ് തോന്നുന്നത്. പക്ഷെ സ്റ്റിയറിംഗ് ഒന്നും അത്ര സ്പീഡിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്ട് ഒടിയണില്ല, വളഞ്ഞാണ്ട് പോകണില്ല. പിന്നെ ബ്രേക്ക് കുഴപ്പമില്ല, സ്പീഡ് ഭയങ്കര കുറവുള്ള പോലെയാണ് തോന്നണത്. പിന്നെ അത്രയ്ക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ മാപ്പ് കുറച്ച് തന്നെ ഉള്ളൂ. അപ്പം ഇനി കൂടുതലും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ സ്ഥലങ്ങൾക്കൊക്കെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ 1 hour ബാക്കപ്പ് ഞാൻ വെറുതെ തുറന്നിട്ട് പോയതാണ്, ഞാൻ അപ്പം തന്നെ അടച്ചു. അപ്പോൾ നമ്മുടെ ഗെയിം കുഴപ്പമില്ലാത്തതാണ്. എന്നാലും എനിക്ക് കൂടുതലും ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യനും. ഇതാ നമ്മുടെ ആളിത് അങ്ങനെയാണ് പോകെയും ഗെയിം അപ്ഡേറ്റ് ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നണത്. പുതിയ മാപ്പുകളും പിന്നെ ഇതാ നമ്മുടെ ആൾക്കാരും പുതിയ അപ്ഡേഷൻസും ഒക്കെ വരും. ഗൈസ് നമുക്ക് ക്യാമറ ഓൺ ആക്കിയാൽ അപ്പോൾ അതാ നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ മേത്തിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതാ ഗൈസ് ബാക്ക് ക്യാമറ എടുത്താൽ ഫ്രണ്ട് ക്യാമറ എടുത്താൽ നമ്മളിങ്ങനെ പോസ് ചെയ്തിരിക്കും. ഗൈസ് അത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്തതായിട്ട് പുതിയൊരു വീഡിയോ കാണാം.